ഗ്ലോബൽ മാതൃവേദിയുടെ വിവിധ ഇടവകകളിലെ രൂപതകളിലെ പ്രവർത്തകരായിട്ടുള്ള അമ്മമാരെ, എന്നെ ശ്രവിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അമ്മമാരോടുകൂടെ സമയം ചെലവഴിക്കാൻ സാധിക്കുക എന്നുള്ളത്. അമ്മമാരോടുകൂടെ സമയം ചെലവഴിക്കാൻ സാധിക്കുക, അത് മാതൃവേദിയാണെങ്കിലും ഒറ്റയ്ക്ക് ഒരു കുടുംബത്തിലാണെങ്കിലും ഒരു കൂട്ടത്തിലാണെങ്കിലും ഒക്കെ അമ്മമാരോടൊപ്പം സമയം ചെലവഴിക്കും. തലശ്ശേരി അതിരൂപതയുടെ മണ്ണിൽ മാതൃവേദിയുടെ പ്രവർത്തനങ്ങൾ അതീവ ശ്രേഷ്ഠമായിട്ട് നിർവഹിക്കപ്പെടുന്നു എന്നുള്ളതിന് ഇപ്പോൾ നമ്മളെല്ലാവരും സാക്ഷികളാണ്. ബഹുമാനപ്പെട്ട ജോബി കോവാട്ടച്ചന്റെ മഹനീയമായ നേതൃത്വം സീറോ മലബാർ സഭയിലെ മാതൃവേദിയുടെ പ്രവർത്തനങ്ങളിൽ തലശ്ശേരി അതിരൂപത മുന്നിട്ട് നിൽക്കുന്നു എന്ന അഭിമാനത്തിന് അർഹമാണ്. ജോബി അച്ഛനെ നമ്മളെല്ലാവരും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. എത്ര വലിയ സംഘടനാ പാടവത്തോടെയാണ്, ഓർഗനൈസേഷണൽ കപ്പാസിറ്റി അച്ഛൻ ഇതെല്ലാം നിർവഹിച്ചത്. അച്ഛനോട് കൂടെ തന്നെ ഇവിടെയുള്ള എല്ലാ പ്രവർത്തകരും, അഭിയെന്ന പിതാവിനെ ഞാൻ തൽക്കാലം മാറ്റി നിർത്തുക. പിതാവിനെ ഞാൻ വിളിച്ചിരുന്നു. ഇന്നലെ പിതാവ് ഞങ്ങൾ ചില കമ്മ്യൂണിക്കേഷൻസ് നടത്തി. പിതാവ് വൈകുന്നേരം ഒരു മെസ്സേജ് വിട്ടു, നിർഭാഗ്യവശാൽ എനിക്ക് ഇവിടെ ഇന്ന് ഉണ്ടാകാൻ പറ്റില്ല, എറണാകുളത്തേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പിതാവ് ചില മെസ്സേജൊക്കെ വിട്ടിരുന്നു. അപ്പം പിതാവിൻ്റെ ആത്മീയമായ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. പിതാവിൻ്റെ എല്ലാ നേതൃത്വവും നമ്മൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നു. ഈ സമയത്ത് നമ്മൾ അഭിയന്ന പിതാവിൻ്റെ കരുതലും സ്നേഹവും തണലും എല്ലാം ബഹുമാനപ്പെട്ട ജോബി അച്ഛനിലൂടെയും അതുപോലെ മറ്റ് സഹപ്രവർത്തകരിലൂടെയും നമ്മൾ ഉൾക്കൊള്ളുകയാണ്. തലശ്ശേരി അതിരൂപതയ്ക്ക് പ്രത്യേകിച്ച് നമ്മൾ മാലോം ഫൊറോനക്കാരിവിടെ നടത്തിയ ആദ്യത്തെ സ്റ്റേജ് ഓപ്പണിംഗ് പ്രോഗ്രാം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ ആകർഷിച്ചു. എത്ര ഭംഗിയായിട്ടാണ് അമ്മമാര് റോസാപ്പൂവേ എന്നുള്ള പാട്ടൊക്കെ പാടി അത് പ്രസന്റ് ചെയ്തത്. അവരുടെ ആ റോള് മനോഹരമാക്കി എല്ലാവരും ചേർന്ന്, ആരും കുറ്റം പറയാതെ എല്ലാവരും അമ്മമാരൊക്കെ നോക്കി നിൽക്കിയത് എന്താ ഇവർ എവിടെയെങ്കിലും തെറ്റിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കുക. ആർക്കും ഒരിക്കലും ഒരു ഫോൾട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത്ര വിശിഷ്ടമായ രീതിയിൽ അവർ ഒരുങ്ങി എന്നുള്ളതാണ്, പ്രിപ്പറേഷനാണ്, ത്യാഗം സഹിച്ച് ഒരുക്കം നടത്തി. അതുകൊണ്ട് മാലോംകാർക്ക് പ്രത്യേകമായ ഒരു അഭിനന്ദനം ഈ പൊതു സദസ്സിൽ വെച്ച് നേരുക. ഈ മാതൃവേദിയുടെ ഗ്ലോബൽ സമ്മേളനം, ജനറൽ ബോഡി സമ്മേളനം മനോഹരമാക്കി തീർക്കാൻ തലശ്ശേരിക്കാരോടൊപ്പം നമ്മുടെ ഗ്ലോബൽ മാതൃവേദി ഭരണ സംവിധാനങ്ങളെല്ലാം സഹപ്രവർത്തകരെല്ലാം വേണ്ടതുപോലെ ഒത്തുചേർന്നു എന്ന് നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഇനിയച്ഛൻ, ഞാൻ അച്ഛനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനിരുന്ന അച്ഛൻ ഇങ്ങോട്ട് പ്ലേറ്റ് വെച്ചടിച്ചു, ഇങ്ങോട്ട് തിരിച്ചടിച്ചു. നല്ല ഒരു മാതൃസഹജമായ പെരുമാറ്റ ശൈലിയാണ് അച്ഛൻ്റെതെന്ന് പറയാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരുന്നപ്പോഴാണ് അച്ഛൻ ഇങ്ങോട്ടത് വെച്ചത്. അതെങ്ങനെ ടെലിപ്പതി ഉണ്ടോന്ന് അറിയാൻ പാടില്ല. ഇത് നമ്മൾ പറയാൻ ഒരുങ്ങിയ കാര്യം ഇങ്ങോട്ട് തന്നെ പറയാം. ഇനിച്ച ഒട്ടും കുറവില്ലാതെ ഞാൻ പറയട്ടെ, ഇത് അച്ഛനാണ് കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എന്നെക്കുറിച്ച് പറഞ്ഞ സർവ്വകാര്യങ്ങളും അമ്മ ഗുണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ അപ്ലിക്കബിൾ ആയിരിക്കുന്നത് അച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു സംശയം. അപ്പോൾ അച്ഛൻ്റെ നേതൃത്വം ഗ്ലോബൽ മാതൃവേദിക്ക്, ഞാനൊരു എപ്പിസ്കോപ്പൽ ഡെലഗേറ്റ് ആണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോവുക, നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യം മാത്രമേ എനിക്കുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അടിയൊഴുക്കുകൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ നീക്കുന്നത് നിങ്ങളെല്ലാവരും കൂടി ചേർന്നാണ്. പ്രിയപ്പെട്ട വീണ ജോഷി ഒക്കെ അക്കാര്യത്തിൽ എത്രയോ താല്പര്യത്തോട് ചെയ്യുന്നവരാണ്. എല്ലാവരും ഞാൻ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും അങ്ങനെ ഒരുമിച്ച് ചേർന്നുള്ള ഒരു കൂട്ടായ്മയുടെ വിജയം നമ്മളിവിടെ കാണുകയാണ്. നമ്മൾ ഈ സമുദായ ശാക്തീകരണ വർഷം ആചരിക്കുമ്പോൾ അതില് അമ്മമാർക്ക് സുനിശ്ചിതമായ റോളുകൾ ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി തന്നെ ബോധപൂർവകമായി ഒരു തീം രൂപീകരിച്ചു ഈ ശാക്തീകരണ വർഷത്തോട് ചേർന്ന് തന്നെ. അതാണ് സമുദായ ശാക്തീകരണം അമ്മമാരിലൂടെ. ഇപ്പൊ സമുദായത്തിന്റെ ചില സവിശേഷതകള് ഒരു ഐക്യവും സ്നേഹവും കൂട്ടായ്മയും ഒക്കെ ഉൾക്കൊള്ളുന്ന ചില സവിശേഷതകള് അന്യം നിന്ന് പോകാതിരിക്കാൻ നമ്മളൊന്ന് റിവൈവ് ചെയ്യുന്നു എന്ന പ്രതീകാത്മകമായ ഒരു കാര്യമാണ്
ഈ അമ്മമാരുടെ വേഷവിധാനങ്ങളിലൂടെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അമ്മമാര് നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതാണോ മറ്റേ നമ്മൾ സാധാരണ ഇടുന്ന ഡ്രസ്സാണോ ഇടാൻ എളുപ്പം? നല്ല ചൂടുണ്ട് അല്ലേ? ഇല്ല, ചൂടില്ല. ചൂടില്ല. നമ്മുടെ അമ്മമാരൊക്കെ ഈ വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, എൻ്റെ അമ്മയൊക്കെ ഈ ചട്ടയും മുണ്ടൊക്കെ എടുത്തിരുന്നത്, ഈ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇരുന്ന ഒരു കാലഘട്ടം ഓർക്കുക. 10-15 വയസ്സാകുന്ന കാലം മുതൽ ഉടുക്കാൻ തുടങ്ങും അല്ലേ? മുൻകാലങ്ങൾ 15 വയസ്സ് വരെ ആകണമെന്നില്ല, അതിനു മുമ്പ് തന്നെ തുടങ്ങും. പണ്ട് ഏതോ ഒരു അമ്മച്ചി വത്തിക്കാനിൽ ചെന്നപ്പോൾ, ചട്ടയും മുണ്ടുമൊക്കെ എടുത്ത് വത്തിക്കാനിൽ ചെന്നപ്പോൾ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. ഈ മാർപ്പാപ്പ അമ്മച്ചിയെ തിരിച്ചും മറിച്ചും നിർത്തി നോക്കിയെന്നാ പറഞ്ഞു, ഈ ഡ്രസ്സിന്റെ മനോഹാരിത കണ്ടിട്ട്. എന്നിട്ട് ഞൊറിയലൊക്കെ പിടിച്ച് വലിച്ചു നോക്കിയാണ് കേട്ടിരിക്കുന്നത്. എന്താ സംഭവം അറിയാം? വത്തിക്കാനിൽ പോലും തരംഗം സൃഷ്ടിച്ച ഒരു വസ്ത്രധാരണ രീതിയാണ് മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഈ ഒരു വസ്ത്രം. ഇപ്പൊ ഞങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരെണ്ണം കിട്ടിയാൽ നല്ലതായിരുന്നു. ഞാൻ സ്വകാര്യമായിട്ട് ഡെന്നിയച്ചനോട് പറഞ്ഞു, പുറമുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. സ്വകാര്യമായിട്ട് ചെവിയിൽ മന്ത്രിച്ചത് പുറമുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹം തോന്നിയ ചിലർ ഇവിടെ ഉണ്ട്, ഈ വസ്ത്രം കിട്ടിയ തരക്കേടില്ലെന്ന്. അങ്ങനെ ആഗ്രഹിച്ച് നമ്മുടെ സിസ്റ്റർമാരാന്ന് തോന്നുന്നു. ഈ സമയം ലിൻഡാമ്മയുടെ ഉണ്ടായിരുന്നു, ബാക്കി നമ്മുടെ പാലക്കാട് ലിയാറോ സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യം അല്ലേ? അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ചില കാര്യങ്ങൾ റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് ആഗ്രഹമുണ്ട്. നഷ്ടപ്പെട്ടു പോയതിനെ, കാലഹരണപ്പെട്ടു പോയത് സഭയിലൊന്നും കാലഹരണപ്പെട്ടു പോകുന്നില്ല. കാരണം മാർത്തോമായുടെ പൈതൃക പാരമ്പര്യങ്ങൾ കാലഹരണപ്പെട്ടു പോകാൻ നമ്മൾ അനുവദിക്കുന്നില്ല. ശ്രേഷ്ഠമായ പൈതൃകങ്ങളും പാരമ്പര്യങ്ങളുമാണ് നമുക്കുള്ളത്. പുതിയ തലമുറയ്ക്ക് അത് കൈമാറ്റം ചെയ്തു കൊടുക്കുവാൻ നമ്മൾ ബദ്ധശ്രദ്ധരാണ്. അപ്പൊ നമ്മുടെ സമുദായത്തിന്റെ ശാക്തീകരണത്തില് കൈമോശം വന്നുപോയ നന്മകളൊക്കെയും തിരിച്ചു പിടിച്ചുകൊണ്ടുവരണം. നന്മകൾ തിരിച്ചു പിടിച്ചുകൊണ്ട് വരുവാൻ സൂപ്പർ ഏജന്റുമാരാണ് നമ്മുടെ അമ്മമാര്. കൈമോശം വന്നു പോയിട്ടുള്ള നന്മകൾ കുടുംബങ്ങളിലെയും സമൂഹത്തിലെയും ഒക്കെ സമുദായത്തിലെയും ഒക്കെ നന്മകള്, ഒരുപാട് നന്മകളുണ്ട്. ആത്മീയവും ഭൗതികവുമായ ശ്രേഷ്ഠതകളുണ്ട്. അതൊക്കെ കൈമോശം വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രേക്ഷിതരും ഏജന്റുമാരുമാണ് അമ്മമാര് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ അമ്മമാരുടെ അല്ലെങ്കിൽ സ്ത്രീത്വത്തിന്റെ ജന്മം, സ്ത്രീ ജന്മം അതൊരു സൃഷ്ടിയാണ്. പുരുഷനോടൊപ്പം തന്നെയുള്ള ഒരു സൃഷ്ടിയാണ് സ്ത്രീ ജന്മം, ഇല്ലേ? ആദം ഹൗവ രണ്ടുപേരെ കുറിച്ച് അവരുടെ ആ ജന്മം അല്ലെങ്കിൽ സൃഷ്ടി ദൈവമായ കർത്താവ് നടത്തും. സ്ത്രീയും പുരുഷനുമായിട്ട് അവരെ സൃഷ്ടിക്കും. ആദ്യം ഒരു ഇണയായിട്ട് നൽകപ്പെട്ടു. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ടൊരു കൂട്ടായ്മയുടെ തുടക്കമാണ്. സ്ത്രീ ജന്മം തന്നെ ഒരു കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിന്മേലാണ് തുടങ്ങുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, മറിച്ച് ഒരു കൂട്ടായ്മയായിരിക്കണം. ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല, കൂട്ടത്തിലായിരിക്കണം. അങ്ങനെ സ്ത്രീയുടെ ഉത്ഭവം തന്നെ മനുഷ്യന്റെ ഒരു ഏകാന്തത ദുഃഖം അവസാനിപ്പിക്കുന്ന പശ്ചാത്തലത്തില് ദൈവം ചിന്തിച്ചതാണ്, ദൈവത്തിന്റെ ബുദ്ധിയിൽ ഉദിച്ചതാ. ഏകാന്തത ദുഃഖം അവസാനിപ്പിക്കും, ഏകനായിരിക്കുന്ന കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ എവിടെ ചെന്നാലും ഒറ്റയ്ക്കല്ല, അവരുടെ കൂടെ ഒരു സമൂഹമുണ്ട്, സഭയുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്, കുടുംബമുണ്ട്, കുടുംബത്തിലെ മക്കളുണ്ട്, ഒരു കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ. പിന്നീട് ഒരു ഏകാന്തത തീർക്കാൻ വേണ്ടി വന്ന ഈ സ്ത്രീ എന്ന സങ്കല്പത്തെ, എന്ന കഥാപാത്രത്തെ ദൈവം പുരുഷന് ഭാര്യയായിട്ട് നൽകുക. ഇണയെന്നുള്ളത് കുറച്ചും കൂടി ഗ്രേഡ് കൂടി ഒരു ലെവലിലേക്ക് വന്നു, ഭാര്യ എന്ന നിലയിലേക്ക് വന്നു. ഇതെല്ലാം ഈ സ്ത്രീത്വത്തിന്റെ ചില പരിണാമങ്ങളാണ്, സ്ത്രീത്വത്തിന്റെ പരിണാമങ്ങളാണ്. ഇണയായിട്ട് തുടങ്ങി, ഭാര്യയായിട്ട് തുടരുന്നു, വീണ്ടും അമ്മയായിട്ട് മാറുക. ആബേലിന്റെയും കായന്റെയും ഒക്കെ അമ്മയായിട്ട് മാറുക. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ റോളുകളാണ് വിശുദ്ധ ഗ്രന്ഥത്തില് അമ്മയെക്കുറിച്ച്, സ്ത്രീയെക്കുറിച്ച് നമ്മൾ കാണുന്നത്. ഇതെവിടെയും കെട്ടിച്ചമച്ച കഥകളിലല്ല, ആധുനികമോ പുരാതനമോ ആയ സാഹിത്യകാരന്മാരുടെ സൃഷ്ടിയിലുള്ള കഥാപാത്രങ്ങളല്ല അമ്മമാര്, സ്ത്രീകള്. വിശുദ്ധ ഗ്രന്ഥത്തില് ദൈവത്തിന്റെ സവിശേഷ ശ്രദ്ധ പതിഞ്ഞ മക്കൾ തന്നെയാണ് ഈ അമ്മമാര് അല്ലെങ്കിൽ സ്ത്രീകൾ. അത് പുരുഷന്മാരോടൊപ്പം തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ സവിശേഷമായ സ്ഥാനം സ്ത്രീകൾക്കുണ്ട്, ഉണ്ടാകണം.
അമ്മമാരുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ ഞാൻ പറയുന്നത് ഈ അമ്മമാരുടെ കൂട്ടായ്മയിലുള്ള പ്രവർത്തനത്തിന്റെ ശ്രേഷ്ഠമായ വേദി പൊതുസമൂഹമുണ്ട്. അത് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നതാണ്. നമ്മൾ രൂപീകരിച്ചിരിക്കുന്ന മാതൃവേദി സഭയിൽ രൂപീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ മൂലം രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സംവിധാനത്തിൽപ്പെട്ട ഒന്നാണ് മാതൃവേദി. എന്നാൽ ദൈവം രൂപീകരിച്ച ഒരു വേദിയുണ്ട്, അത് കുടുംബമാണ്. അമ്മമാരുടെ ശ്രേഷ്ഠതകൾ തെളിയുന്ന വിരിയുന്ന വേദി കുടുംബമാണ്. സുഹൃതങ്ങൾ ധാരാളമായി ചെയ്തു കൂട്ടുന്ന വേദി കുടുംബമാണ്. ഇങ്ങനെ പറയാറുണ്ട്, അമ്മമാര് സുഹൃതങ്ങളുടെ സുഗന്ധവാഹിനികളാണ്. നമ്മൾ മാതാവിനെ കുറിച്ചൊരു പാട്ട് പാടുന്നുണ്ടല്ലേ, സുഗന്ധവാഹിനി അമ്മേ. എത്ര മനോഹരമായ പാട്ടാണ് അത്. മാതാവിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും വാസ്തവം അമ്മമാരെ കുറിച്ചും. അമ്മമാര് സുഹൃതങ്ങളുടെ സുഗന്ധവാഹിനികളാണ്. ഏതെല്ലാം സുഹൃതങ്ങളാണ് അമ്മമാര്. എല്ലാ അമ്മമാരും പൊതുവേദിയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല. എല്ലാ അമ്മമാരും രാഷ്ട്രീയത്തിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നില്ല. എല്ലാ അമ്മമാരും ഏതെങ്കിലുമൊക്കെ സംഘടനകളിൽ പ്രവർത്തന നിരതരാകുന്നില്ല. അങ്ങനെയുള്ളവരുണ്ട്. പൊതുവേദികളിൽ അവർ പ്രത്യക്ഷപ്പെടും, നമ്മളെ പോലെ വരുന്നുണ്ട്. അത് നമ്മുടെ പൊതുസമുദായത്തിന് ആവശ്യവുമാണ്. എന്നാൽ എല്ലാ അമ്മമാരും പ്രവർത്തന നിരതരാകുന്ന വേദി അവരുടെ കുടുംബമാണ്. ഈ കുടുംബത്തിലാണ് അമ്മമാരുടെ സുഹൃതങ്ങളുടെ സുഗന്ധം ഒഴുകുന്നതും ആ സുഗന്ധം ആസ്വദിച്ച് മക്കൾ വളരുന്നതും. ഒരു കുഞ്ഞു കഥ പറയുന്നത് ഇഷ്ടമാണോ? കുഞ്ഞു കഥ കേൾക്കുന്നത് ഇഷ്ടമാണോ? അതെ. ഒരു അമ്മ തീക്ഷ്ണതയോടുകൂടി വീട്ടിൽ ഓടി നടന്ന് പണിയെടുക്കുക. എല്ലാ മക്കൾക്കും വേണ്ടി പ്രത്യേകം പേരെടുത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ സാധാരണ മീറ്റിങ്ങുകൾക്കുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്പം മുൻപേ ഓടുക. സാധാരണ താമസിച്ച് ഓടുന്ന ഇന്ന് അല്പം മുൻപേ ഓടുക. എന്നോട് ഉദ്ഘാടനം പറഞ്ഞിരിക്കുന്നത് 11 മണിയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നോട്ടീസിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടില്ലേ, വളരെ ക്രിയാത്മകതയോടുകൂടി മുൻകൂട്ടി കണ്ടുകൂടി ചെയ്യാം. ഈ പ്രസംഗം എപ്പോൾ തീരുമെന്ന് അറിയത്തില്ല, എന്തായാലും നേരത്തെ തീർത്തേക്കാം. അപ്പോ കഥ തുടങ്ങുക. കഥ അല്ലേ, ഈ അമ്മമാര് അല്ലെ, ഈ ഒരു അമ്മ വീട്ടിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്ധ്യ ആകുമ്പോൾ എല്ലാവരും ചേർത്ത് കുരിശ് വരച്ച് പഠിപ്പിക്കുന്നു. വീട്ടിൽ നല്ല രുചികരമായ ഭക്ഷണം പാകം ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യം പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഒരു അമ്മയുടെ സർവ്വകാര്യങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് മക്കളെ കാറ്റഗിസം പഠിപ്പിക്കുന്ന എല്ലാ സുഹൃതങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. അതില് ഈ അമ്മയുടെ ഒരു മകൻ ദുർമാർഗിയായി പോയി. ഇത്ര കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക അമ്മ. കരഞ്ഞ് ഈ മകന് വേണ്ടി കരഞ്ഞു മടുത്തു. അങ്ങനെ എല്ലാ സുഹൃതങ്ങളും ചെയ്ത് ഈ ഇളയ മകന് വേണ്ടി പ്രാർത്ഥിച്ചും കണ്ണീരൊഴുക്കിയും ജീവിച്ച അമ്മ സാധാരണക്കാർക്ക് സംഭവിക്കാവുന്നതുപോലെ മരിച്ചു. തീർച്ചയായിട്ടും ഈ അമ്മയ്ക്ക് എവിടെ ഒരു സ്ഥാനമുണ്ടാകും? സ്വർഗത്തിലില്ലേ? സ്വർഗത്തിൽ തീർച്ചയായിട്ടും സ്ഥാനം ഉണ്ടാകും. അപ്പോ ഈ അമ്മ മരിച്ച് സ്വർഗത്തിൽ ചെന്നപ്പോ എന്റെ പേരുകാരനായ ഒരു സ്ലീഹ പ്രത്യക്ഷപ്പെട്ടു. ആ സ്ലീഹയുടെ പേരെന്താണ്? പത്രോസ് ലീഹ സ്വർഗ കവാടത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ അമ്മച്ചി വരുന്നത് കണ്ടപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു. അമ്മച്ചിയോട് ചോദിച്ചു, സ്വർഗത്തിലേക്ക് പോകാൻ മാത്രമുള്ള സുഹൃതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അമ്മച്ചി ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ചോദിച്ചു, എന്തൊക്കെയാ ചെയ്തേക്കെന്നൊന്ന് പറയാവോ? അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, എൻ്റെ പൊന്നു പത്രോസെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ പിള്ളേർക്ക് ഇച്ചിരി കഞ്ഞി വെച്ച് കൊടുത്തു, എൻ്റെ ഭർത്താവിനെ പറ്റുന്ന പോലെയൊക്കെ സ്നേഹിച്ചു. പിള്ളേർക്കൊക്കെ സുഖേട് വന്നപ്പോൾ അതിനെയൊക്കെ വലിച്ചുകൊണ്ട് ആശുപത്രിയിൽ പോയി. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെയൊക്കെ കൊച്ചു കാര്യങ്ങളാണ്. ഇത്രയും കേട്ടപ്പോൾ പത്രോസ് അകത്തേക്ക് പോയിട്ട് കുറേയേറെ സ്വർണ്ണ നൂലുകൾ എടുത്തുകൊണ്ട് വന്നു. സ്വർണ്ണ നൂലുകൾ. എന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി പറഞ്ഞ സുഹൃത്തുക്കളെന്ന് പറഞ്ഞേ. ഒന്ന്, ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു സ്വർണ്ണ നൂല് അങ്ങോട്ട് മാറ്റി വെച്ചു. 2, വീട്ടിലെ കുറച്ച് സഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സ്വീകരിച്ചു, മറ്റൊരു സ്വർണ്ണനൂൽ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇളയ മകന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു, ഒരു സ്വർണ്ണനൂൽ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇങ്ങനെ ഒരു കെട്ട് സ്വർണ്ണ നൂല് അമ്മച്ചിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്ത സുഹൃത്തുക്കളായിട്ട് സ്വർഗത്തിൽ വെച്ചേക്കുക, സ്വർണ്ണനൂൽ എടുത്ത് വെച്ചേക്കുക. അങ്ങനെ ആ സ്വർണ്ണനൂലെല്ലാം അമ്മച്ചിക്ക് മനസ്സിലാക്കി കൊടുത്തു. അമ്മച്ചി പറഞ്ഞു, ഇത്രയും ചെറിയ കാര്യം പോലും ഇവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ടോ? സ്വർഗത്തിലുണ്ടോ? എത്തുന്നുണ്ടോ? ഉണ്ട്. പത്രോസ് പറഞ്ഞു, ഉണ്ട്, ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, സ്വർണ്ണനൂല് പോലെ കരുതി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അമ്മച്ചിയെ സന്തോഷിപ്പിച്ച് അമ്മച്ചീനെ സ്വർഗത്തിലേക്ക് കയറ്റി വിട്ടു. ഇനി അമ്മച്ചിയുടെ സ്ഥാനം ദൈവപിതാവിന്റെ സ്ഥാനം അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞ് കയറ്റി വിട്ടു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരനാണ്, അവനും മരിച്ച് വരിക.
സ്വർഗത്തിൻ്റെ ആ പരിസരത്തൂടെ അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അപ്പൊ പത്രോസിനെ ചോദിച്ചു, ആരാ, എന്താന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി കുറച്ചു കാലമായിട്ട് മരിച്ചു പോകുന്നു, ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്, എവിടെയാണെന്ന് അറിയാൻ പാടില്ല, അന്വേഷിച്ചാണ്. നീ ആരാ, നിന്റെ പേരെന്താ, മേൽവിലാസം എന്താ, എവിടെ നിന്നാണ്, ഇമെയിൽ എന്താ, മൊബൈൽ നമ്പർ എന്താ, അതൊക്കെ അവനോട് ചോദിച്ചു. അഡ്രസ്സ് മേൽവിലാസം ഒക്കെ ചോദിച്ചപ്പോൾ പത്രോസിലേക്ക് മനസ്സിലായി നേരത്തെ വന്ന അമ്മച്ചിയുടെ മകനാണ്. പത്രോസ് പറഞ്ഞു, നിനക്ക് ഇവിടെ സ്ഥാനം ഉണ്ടോ എന്ന് നോക്കട്ടെ, സ്വർഗത്തിൽ സ്ഥാനമുണ്ടോ എന്ന് നോക്കട്ടെ. പത്രോസ് അല്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് പത്രോസ് പോയി, അകത്തേക്ക് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്വർണ്ണ പെട്ടിയായിട്ട് വരിക. എന്താണ്? അമ്മച്ചിമാരൊക്കെ തലപൊക്കി സ്വർണ്ണം എന്ന് കേട്ടപ്പോ അല്ലേ, നല്ല വിലയുടെ സ്വർണ്ണ പെട്ടിയായിട്ട് പത്രോസ് പ്രത്യക്ഷപ്പെടുക. എന്നിട്ട് പത്രോസ് അവന്റെ മുമ്പിൽ വെച്ച് സ്വർണ്ണ പെട്ടി തുറന്നപ്പോ അതിന്റെ അകത്ത് നനഞ്ഞൊലിക്കുന്ന ഒരു ടവലാണ്, ഒരു തുവാലയാണ്. പത്രോസ് ആ സ്വർണ്ണപ്പെട്ടിയിൽ നിന്ന് തുവാല ഇങ്ങനെ ഉയർത്തിയപ്പോ ആ തുവാലയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റു വീഴുക. പത്രോസ് ചോദിച്ചു, നിനക്ക് ഇത് മനസ്സിലായോ? അപ്പൊ അവൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചിയുടെ കയ്യിൽ ഈ തുവാല ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്ലീഹ പറഞ്ഞു, നിനക്ക് വേണ്ടി നിന്റെ അമ്മച്ചി കരഞ്ഞു തീർത്തപ്പോ കണ്ണീർ തുറച്ച തുവാലയാണിത്. അതിൻ്റെ കണ്ണീർ ഇതുവരെ ഉണങ്ങിയിട്ടില്ല. ആ ഇറ്റിറ്റ് വീഴുന്ന വെള്ളത്തുള്ളികള് നിനക്ക് വേണ്ടി നിന്റെ അമ്മച്ചി പൊഴിച്ച കണ്ണീരാണ്. അവൻ അവസാനം അമ്മച്ചിയുടെ സ്നേഹം മനസ്സിലായി. സ്ലീഹ പറഞ്ഞു, നിനക്ക് വേണ്ടി നിന്റെ അമ്മച്ചി കണ്ണീരൊഴുക്കിയത് കൊണ്ട് അതിൻ്റെ ആ സുഹൃതത്തിൻ്റെ അംശം നിനക്കും കിട്ടും. അതുകൊണ്ട് അമ്മച്ചിയോടൊപ്പം നിനക്കും സ്വർഗത്തിൽ സ്ഥാനമുണ്ട്, കയറിക്കോളാൻ പറഞ്ഞു. ആ ചെറുക്കൻ അമ്മച്ചി പൊഴിച്ചതിനേക്കാൾ കൂടുതൽ കണ്ണീര് പൊഴിച്ചുകൊണ്ട് സ്വർഗത്തിൽ അമ്മച്ചിയുടെ അടുത്തേക്ക് പോയി എന്നാണ് കഥ. ചില അമ്മച്ചിമാരൊക്കെ തുവാലയെടുത്ത് കണ്ണീര് തുടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ണീര് തുടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ അമ്മച്ചിമാര് ഒരു സാധാരണ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യമല്ലേ? നാട്ടിൻ പുറത്തുകാരായ അമ്മച്ചിമാര് പറയാറുണ്ട്, എന്റെ കൈ എത്താത്ത ഒരു സ്ഥലവുമില്ല, എല്ലായിടത്തും എന്റെ കൈ എത്തണം എന്നാലേ കാര്യങ്ങൾ നടക്കൂ, അല്ലേ? അങ്ങനെ നമ്മൾ പറയാറില്ലേ? എല്ലായിടത്തും എന്റെ കൈ എത്തണം, അതൊരു സാധാരണ പ്രയോഗമാണ്. വീട്ടിൽ തടിയന്മാരായിട്ടുള്ള ആമക്കളും പെമ്മക്കളൊക്കെ ഉണ്ടെങ്കിലും കെട്ടിയോനൊക്കെ ഉണ്ടെങ്കിലും ഈ അമ്മച്ചിയാണ് ഓടി നടന്ന് എല്ലായിടത്തും കൈകാലുകൾ എത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത്, എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത്. അമ്മമാര് കൊടുക്കുന്ന നേതൃത്വവും നിങ്ങൾ സഹിക്കുന്ന സഹനങ്ങളും നിങ്ങൾ ഒഴുക്കുന്ന കണ്ണീരും ദൈവസന്നിധിയില് വിലയില്ലാതാവുന്നില്ല, വിലപിടിപ്പുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞ കൊച്ചു കഥയിലൂടെ കാര്യങ്ങൾ മനസ്സിലായി. അടിസ്ഥാനപരമായി സുഹൃതങ്ങൾ നയിക്കുന്ന കുടുംബം, അതിൽ നിന്ന് നമ്മൾ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ അംഗങ്ങൾ ചില സംഘടനകളിൽ പ്രവർത്തിച്ച് സമുദായത്തെ ശക്തിപ്പെടുത്തുകയാണ്. സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോഴും സുഹൃത സമ്പന്നമായ ജീവിതത്തിനും കൂട്ടായ്മയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഒരിക്കലും അത് വിഘാതമാകുന്നില്ല, തടസ്സം സൃഷ്ടിക്കുന്നില്ല. പ്രിയ സഹോദരിമാരെ, പ്രിയ അമ്മമാരെ, സ്നേഹമുള്ളവരെ, നിങ്ങൾ എല്ലാവരെയും കാണും ഈ ചട്ടയും മുണ്ടി എടുത്തിരിക്കുമ്പോൾ എങ്ങനെയാ ഏത് രീതിയിലാണ് സംബോധന ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. അമ്മമാരെ എന്ന് വിളിക്കണോ, സഹോദരിമാരെ എന്ന് വിളിക്കണോ, ചേടത്തിമാരെ എന്ന് വിളിക്കണോ, ഒന്നും അറിയത്തില്ല. എല്ലാം കൂടെ കൂടിച്ചേർന്നങ്ങ് പറയാ. പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുകയാണ്. സുഹൃതങ്ങൾ ഒഴുക്കുന്ന സുഗന്ധവാഹിനികളായിട്ട് മാറാൻ അമ്മമാർക്ക് തുടർന്നും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ജനറൽ ബോഡി മീറ്റിംഗ് ഈ കൊച്ചു സന്ദേശത്തോടു കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് സീറോ മലബാർ ഗ്ലോബൽ മാതൃവേദി.